കോഴിക്കോട് മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനം നിലച്ചു. കിണറുകളിലും പുഴകളിലും വെള്ളം വറ്റി. മലയോര മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാവുകയാണ്. പുഴകളും കിണറുകളും അടക്കമുള്ള പല ജലസ്രോതസ്സുകളും വറ്റി. ഇത് കുടിവെള്ള പദ്ധതികളെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കുടിവെള്ള പദ്ധതികൾ ആശ്രയിച്ചു കഴിയുന്ന ആയിരക്കണക്കിന് കുടുംബാംഗങ്ങളെയാണ് ഇത് ബാധിച്ചത്. പുഴകളിലെ ജലനിരപ്പ് താഴ്ന്നതോടെ കിണറുകളിലും വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം നടത്തുന്നുണ്ടെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമേ ഇത് തികയുന്നുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കടുത്ത വേനൽ രൂക്ഷമായതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മളെ ഈ മലയോര മേഖലയിലാകെ ഇപ്പം കുടിവെള്ളത്തിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ രൂക്ഷമായപ്പോൾ നമ്മളെ തോട്ടുമുക്കത്ത് ദേവസംകാട് എന്ന പ്രദേശത്ത് ഇതേപോലെ തന്നെ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ഞങ്ങൾക്ക് അവിടെ ഒരു 10-50ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ട്. ആ കുടിവെള്ള പദ്ധതിയിൽ ഇപ്പം ഈ പുഴയിൽ നിന്നുള്ള വെള്ളം നമ്മളെ മലയിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ മുകളിൽ നിന്ന് ഈ വരുന്ന വെള്ളം അവിടെ പല വീടുകളിലും പറമ്പുകൾ നനയ്ക്കാനും അതേപോലെ തന്നെ കോഴി ഫാമുകളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി കോഴി ഫാമുകളിൽ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. കൊടിയത്തൂർ പഞ്ചായത്തിലെ 100 കണക്കിന് കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് പുഴയിൽ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്ന തടയണകൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊളിച്ചു നീക്കി. ദേവസംകാട് കുടിവെള്ള പദ്ധതിയെ ആശ്രയിക്കുന്ന കുടുംബങ്ങളാണ് പനമ്പിലാവ് പുഴയിലെ അനധികൃത തടയണകൾ പൊളിച്ചു മാറ്റിയത്. കൃഷി ആവശ്യങ്ങൾക്കും ഫാമുകളിലേക്കുമുള്ള ജലം ഉപയോഗത്തിനായി പുഴകളിൽ കെട്ടിയ തടയണകളാണ് പൊളിച്ചു മാറ്റിയത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കൃഷി ആവശ്യത്തിനും മറ്റും വലിയ പൈപ്പുകൾ ഉപയോഗിച്ച പുഴകളിൽ നിന്നും ജലം എടുക്കരുതെന്ന് കാണിച്ച കൊടിയത്തൂർ പഞ്ചായത്തിനോട് അതിർത്തി പങ്കിടുന്ന ഉറുങ്ങാട്ടിരി പഞ്ചായത്ത് ഉത്തരവിറക്കിയിരുന്നു. കൊടിയത്തൂർ പഞ്ചായത്തിലും ഇത്തരത്തിൽ ഉത്തരവിറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുടിവെള്ള പദ്ധതിയിൽ ടോട്ടല് കംപ്ലീറ്റ് പറ്റിപ്പോയി. ഉള്ള മോട്ടറും എല്ലാം അടിച്ച് കരക്ക് കയറ്റുക, വെള്ളം മുഴുവൻ കോഴി ഫാമിലേക്ക് അടിച്ച് കയറ്റുക എന്നുള്ള പണിയായിരുന്നു. അതിപ്പോൾ ഇവിടുത്തെ റേഷൻ കാർഡിലെ ചെറുപ്പക്കാരായ ആൾക്കാരെല്ലാവരും കൂടി പനമ്പുലാവ് പാലത്തിൻ്റെ മുകളിൽ മുതൽക്ക് ഇങ്ങോട്ട് വെള്ളം തിരിച്ചുവിട്ട് എല്ലാം ക്ലിയറാക്കി ഇപ്പോൾ അവിടെ നമ്മളെ കിണറിൻ്റെ അടുത്ത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കും. അനധികൃത തടയണകൾ പൊളിച്ചു നീക്കിയതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. എന്നാൽ വേനൽ രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ജലനിരപ്പ് ക്രമാതീതമായി താഴാൻ സാധ്യതയുണ്ട്. ഇതോടെ കുടിവെള്ളത്തിനായി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് നാട്ടുകാർ. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.